ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീകാന്തോ എന്ന ബംഗാളി വെബ് സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ താൻ വർക്ക് ചെയ്യുന്ന ഡിസൈനിങ് കമ്പനിയിൽ നിന്നും തന്റെ ജോലിയെല്ലാം റിസൈൻ ചെയ്യുന്ന നായകനെയാണ് കാണിക്കുന്നത്. ഈ സമയം ആ കമ്പനിയുടെ ഓണർ നായകന് സാലറി എല്ലാം കൂട്ടിക്കൊടുക്കാമെന്നും ഇവിടെ നിന്നും പോകാൻ പാടില്ല എന്നുമെല്ലാം പറയുന്നു. എന്നാൽ നായകൻ തനിക്ക് ഒരു ബ്രേക്ക് വേണമെന്നും കുറച്ചു കാലം ജോലിയൊന്നും ചെയ്യാതെ സന്തോഷമായി ജീവിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുന്നു. ജോലിയെല്ലാം അവസാനിപ്പിച്ച ശേഷം അന്ന് രാത്രി പിയാലിയുടെ കൂടെ ഒരു ക്യാൻറ്റീനിലെ ഡിന്നറെല്ലാം കഴിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സമയം പിയാലി, നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും സന്തോഷമാണെന്ന് അവനോട് പറയുന്നു. പിയാലിക്ക് നായകനുമായി ചെലവഴിച്ച ഈ സമയം കൊണ്ട് തന്നെ അവനെ തൻ്റെ ലൈഫിൽ നിന്നും ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരുന്നു. അവിടെ കച്ചിത് പിറ്റേ ദിവസം രാവിലെ തൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എല്ലാം വന്ന ശബ്ദം കേട്ട് എഴുന്നേറ്റ് വരുന്ന പിയാലിയെയാണ് കാണിക്കുന്നത്. ഈ സമയം റൂമിലെവിടെയും നായകനെ കാണാത്തത് കൊണ്ട് അവൾ ഫോണിൽ വന്ന മെസ്സേജ് എന്താണ് എന്ന കാര്യമെല്ലാം നോക്കുന്നു. എന്നാൽ അതിൽ നായകൻ താൻ ഈ നാട്ടിൽ നിന്നും പോവുകയാണെന്നും തനിക്ക് ഒരു നാട്ടിൽ ഒരുപാട് കാലമൊന്നും നിന്ന് ശീലമില്ലാത്തത് കൊണ്ട് താൻ ദൂരെ ഒരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ് എന്ന് പിയാലിയെ ആ മെസ്സേജിലൂടെ അറിയിക്കുന്നു. മെസ്സേജ് എല്ലാം വായിച്ചതും പിയാലിക്ക് വളരെയധികം വിഷമമാവുന്നു. അവൾ തൻ്റെ സമനിലയെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് വലിച്ചെറിയുന്നു. തൻ്റെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് അവൾ പതിയെ ഡിപ്രഷനിലേക്ക് മാറുന്നു. പിയാലിക്ക് തൻ്റെ ജോലിയോടുള്ള ഇൻട്രസ്റ്റ് എല്ലാം പോയതുകൊണ്ട് അവൾ തൻ്റെ ജോലിക്കാരെയെല്ലാം പറഞ്ഞതിന് ശേഷം ആ ഫ്ലാറ്റ് എല്ലാം വെക്കേറ്റ് ചെയ്തുകൊണ്ട് നായകൻ പണ്ട് താമസിച്ചിരുന്ന ആ ഒറ്റമുറി ഫ്ലാറ്റിലേക്ക് താമസം മാറുന്നു. അവിടെ കച്ചിത് പ്രസന്റിൽ പുതുച്ചേരിയിൽ ആദ്യമൊത്ത് ക്യാമ്പ് ഫയർ എല്ലാം കണ്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. ആ സമയം ആദി തനിക്ക് സ്വന്തമായി ഒരു ഡിസൈനിങ് കമ്പനിയെല്ലാം സ്റ്റാർട്ട് ചെയ്യാനാണ് താല്പര്യമെന്ന് നായകനോട് പറയുന്നു. ഇത് കേട്ടതും നായകൻ താൻ കുറെ കാലം ഒരു ഡിസൈനിങ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും അവൾക്ക് വേണ്ട ഡിസൈൻസ് എല്ലാം താൻ റെഡിയാക്കി കൊടുക്കാമെന്ന് അവളോട് പറയുന്നു. അങ്ങനെ ആദിയും ശ്രീകാന്തും കൂടി പുതിയതായി പുതുച്ചേരിയിൽ ഒരു ഡ്രസ്സിന്റെ ഡിസൈനിങ് കമ്പനിയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. നാളുകൾ പോകുന്തോറും പരസ്പരം അടുത്തത് കൊണ്ട് അവർ രണ്ടുപേരും കൂടി കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ കുറച്ചു കാലം അവർ രണ്ടുപേരും കൂടി വളരെയധികം സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് വരുന്ന സമയം ഒരു ദിവസം ആദി അർജന്റായി റെഡിയാക്കേണ്ട ഓർഡറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെഷർമെന്റ് എല്ലാം നായകന് തയ്ക്കാനായി കൊടുക്കുന്നു. എന്നാൽ ഈ മെഷർമെന്റ് എടുത്ത് നോക്കിയതും നായകന് ഇത് പിയാലിയുടെ മെഷർമെന്റ് ആണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. ആദി പിയാലിയെ നായകൻ തയ്ച്ച ഡ്രസ്സെല്ലാം ഇടിയിപ്പിച്ച ശേഷം നായകനെ വിളിച്ച് അതെല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഈ സമയം നായകനാണ് ഇത് തയ്ച്ചതെന്നറിഞ്ഞതും പിയാലിക്ക് ചെറുതായിട്ടൊന്ന് ഷോക്കാവുന്നു. അവിടെ കച്ചിത് പിയാലിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ ഇന്ദിര പയ്യ പിയാലിയോട് തൻ്റെ ഒരു ക്ലയന്റ് പുതുച്ചേരിയിൽ വരുന്നുണ്ടെന്നും അയാളെ ചെന്ന് ഒന്ന് അറ്റൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് പിയാലിയോട് പറയുന്നു. എന്നാൽ പിയാലി താൻ ഈ ജോലിയെല്ലാം നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് അയാളോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ വേണ്ടി പറയുന്നു. എന്നാൽ അയാൾ പിയാലിയെ ഒരുവിധം പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ട് പുതുച്ചേരിയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞേക്കുന്നു. പുതുച്ചേരിയിലെത്തിയതും പിയാലി ഡിസൈനർ ഷോപ്പെല്ലാം അന്വേഷിച്ച് നടക്കുന്ന സമയം അവൾ അബദ്ധവശാൽ ആദിയുടെ കടയിലേക്ക് ചെല്ലുന്നു. ആദിയാണെങ്കിൽ പിയാലിയോട് അവൾ ആവശ്യപ്പെട്ട ഡിസൈനെല്ലാം 2 ദിവസത്തിനുള്ളിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മെഷർമെന്റ് എല്ലാം ഉടൻ തന്നെ എടുക്കുന്നു. അവിടെ കച്ചിത് പ്രസന്റിൽ ആദി എന്തോ കാര്യമെല്ലാം അന്വേഷിക്കാനായി പുറത്തേക്ക് പോയ സമയം നായകൻ പിയാലിയോട് അവളുടെ വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നു. ഈ സമയം പിയാലിയാണെങ്കിൽ നായകന് വലിയ കാര്യമായി മൈൻഡൊന്നും കൊടുക്കാത്തത് കണ്ട് അവൻ പിയാലിയോട് അവർക്ക് പ്രൈവറ്റായി ഒന്ന് മീറ്റ് ചെയ്യണം എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ഇത് കേട്ടതും പിയാലി അവർക്കിടയിൽ നടന്ന ബന്ധമെല്ലാം കഴിഞ്ഞുവെന്നും ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നായകന്റെ മുഖത്തടിച്ച് പറയുന്നു. പിയാലിയിൽ നിന്നുള്ള ഈ പ്രതികരണം നായകന് വളരെയധികം വിഷമമെല്ലാം ഉണ്ടാക്കുന്നു. അന്ന് രാത്രി നായകന് എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഉറങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. അവൻ ആദ്യം അറിയാതെ അവിടെ നിന്നും നേരെ പിയാലി താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെല്ലുന്നു. റൂമിന്റെ ഡോർ തുറന്നതും പിയാലിക്ക് നായകനാണ് വന്നത് എന്ന് മനസ്സിലായതും അവൾ അവനോട് തിരിച്ചു പോകാൻ വേണ്ടി പറയുന്നു. എന്നാൽ അവൻ നിർബന്ധം പിടിച്ചുകൊണ്ട് റൂമിന്റെ ഡോറെല്ലാം തള്ളി തുറന്ന ശേഷം നേരെ പിയാലിയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. റൂമിലെത്തിയതും അവൻ പിയാലിയുടെ കൂടെ റൊമാൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഈ സമയം പിയാലി അവനെ തടഞ്ഞുകൊണ്ട് നിന്നെ വിശ്വസിച്ചുകൊണ്ട് ആദി വീട്ടിലുണ്ടെന്നും അതുകൊണ്ട് അവിടെ നിന്നും തിരിച്ചു പോകാൻ വേണ്ടി പറയുന്നു. എന്നാൽ നായകനാവട്ടെ ഇതൊന്നും പറഞ്ഞ് കേൾക്കാൻ കൂട്ടാക്കാതെ നിർബന്ധം പിടിച്ചുകൊണ്ട് പിയാലിയുടെ കൂടെ അവിടെ വെച്ച് റൊമാൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നായകന്റെ ഈ നിർബന്ധം കാരണം അവസാനം പിയാലിയും അതിനുവേണ്ടി സമ്മതിച്ചു കൊടുക്കുന്നു. അവർ രണ്ടുപേരും കൂടി പരസ്പരം ആ റൂമിൽ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞതും നായകൻ തിരിച്ച് തന്റെ വീട്ടിൽ വന്നുകൊണ്ട് ഒന്നും അറിയാത്തത് പോലെ ആദിയുടെ സൈഡിൽ ചെന്ന് കിടന്നുറങ്ങുന്നു.
ഇതേസമയം പിയാലി നായകൻ തയ്ച്ചു കൊടുത്തിട്ടുള്ള ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് കയ്യിലൊരു നൈഫുമായി നേരെ ബാത്റൂമിലേക്ക് കയറി പോകുന്നു. അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ പിയാലിയെ പുറത്തേക്ക് കാണാത്തത് കൊണ്ട് ആ റൂമിൽ കയറി ചെക്ക് ചെയ്യുന്ന ആ ഹോട്ടലിലെ സ്റ്റാഫിനെയാണ് കാണിക്കുന്നത്. ഈ സമയം സ്റ്റാഫ് പിയാലി സൂയിസൈഡ് ചെയ്തു എന്ന കാര്യമെല്ലാം തൻ്റെ ഒഫീഷ്യൽസിനെ വിളിച്ചറിയിക്കുന്നു. ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടന്ന സൂയിസൈഡ് ആയതുകൊണ്ട് മീഡിയ എല്ലാം ആ ന്യൂസ് ഫ്ലാഷായി തന്നെ പബ്ലിഷ് ചെയ്യുന്നു. ഈ സമയം നായകനും ഫോണിലൂടെ ഈ ന്യൂസ് എല്ലാം കാണാൻ വേണ്ടി ഇടയാവുന്നു. അവൻ ഈ വാർത്ത കണ്ടതും ആദ്യം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ വെച്ച് പൊട്ടിക്കരയുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ശ്രീകാന്തോ എന്ന വെബ് സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സീരീസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.